ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം തിരഞ്ഞെടുത്ത തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ പോലും വിറ്റ് കളഞ്ഞു എന്ന് ബൈബിളിൽ ഒന്നിലധികം ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ദൈവം തൻ്റെ ജനത്തെ ശത്രുക്കൾക്ക് വിറ്റ് കളഞ്ഞത്? ചില സ്ഥലങ്ങളിൽ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാത്മീക സത്യമാണ്. നമ്മൾ ആത്മീക ജീവിതം നയിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏത് നിലവാരത്തിലാണ്, എങ്ങനെയാണത് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഒരാൾ പാട്ട് പാടിയതുകൊണ്ടോ, പ്രാർത്ഥനയ്ക്ക് പോയതുകൊണ്ടോ, ബൈബിൾ വായിച്ചതുകൊണ്ടോ, ആരാധനയ്ക്ക് പോകുന്നത് കൊണ്ടോ ഒന്നും ആ വ്യക്തിയും ദൈവവും തമ്മിലുള്ള ബന്ധം ശരിയായ നിലയിൽ ആകണമെന്ന് ഒരിക്കലും ഇല്ല. 100 കണക്കിന് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ദൈവത്തോട് ബന്ധമുള്ളവൻ ഇതെല്ലാം ചെയ്യും എന്നുള്ളത് സത്യമാണ്. പ്രാർത്ഥനയ്ക്ക് പോകും, ആരാധനയ്ക്ക് പോകും, ദൈവവചനം വായിക്കും. പക്ഷെ ബന്ധമില്ലാതെയും ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഒക്കെ അറിയുന്നത് ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചും ആർദ്രതയെക്കുറിച്ചും മനസ്സലിവിനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേൾക്കുന്നവരാണ്. പക്ഷെ മറുഭാഗത്ത് നമ്മൾ ദൈവഹിതത്തിൻ്റെ പാതയിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ദൈവത്തോടുള്ള ആ ഒരു സുദൃഢമായ ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദൈവപ്രസാദമുള്ള അനുഭവത്തിലല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, പഴയ നിയമ ഇസ്രായേലിന് സംഭവിച്ചത് നമുക്ക് ആത്മിക സമൂഹങ്ങളിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും നമുക്കിടയായി തീരാതിരിക്കട്ടെ. വളരെ ഗൗരവമായ ഒരു ദൈവജന സന്ദേശത്തിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ നമുക്ക് പ്രവേശിക്കാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമുള്ള ചില ആത്മിക ചിന്തകൾ നിങ്ങളുടെയൊക്കെ ആത്മിക വർധനവിന് കാരണമായി തീരട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 3 ഭാഗങ്ങളിൽ ഇസ്രായേലിനെ കവർച്ചക്കാരുടെ കയ്യിലും ശത്രുക്കളുടെ കയ്യിലും ദൈവം വിറ്റ് കളഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ദൈവം സ്നേഹിച്ച നിരവധി ദൈവിക വാഗ്ദത്തങ്ങൾ പിതാവായ ദാവീദിനോട് പറഞ്ഞ ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തി കാണേണ്ടുന്ന ശലോമോൻ പോലും ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ ഏകാഗ്രതയോടെ ദൈവത്തെ സേവിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട്, ദൈവസന്നിധിയിൽ നിന്ന് തൻ്റെ ഹൃദയം വ്യതിചലിച്ചതുകൊണ്ട്, തൻ്റെ പാപങ്ങളെക്കുറിച്ച് ഒത്തിരി ആ പാപങ്ങളുടെ ലിസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. നമുക്കതിലേക്ക് പോകാം. ദൈവം ശലോമോന് നേരെ പോലും 3 പ്രതിയോഗികളെ, ശത്രുക്കളെ എഴുന്നേൽപ്പിച്ചു എന്നാണ് കാണുന്നത്. ചില ശത്രുക്കളെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതാണ്. അത് എഴുന്നേൽപ്പിക്കുന്നതിൻ്റെ പിന്നിലെ ദൈവോദ്ദേശം എന്ന് പറയുന്നത് ആ വ്യക്തി നഷ്ടപ്പെടാതിരിക്കാനും ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കാനായിട്ടും ഒക്കെയാണ്. ഇസ്രായേലിനെ ദൈവം താഴ്ത്തിക്കളഞ്ഞു, സദാകാലത്തേക്കും താഴ്ത്തിയില്ല എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാം. പുതിയ നിയമ ഭാഗങ്ങളിൽ നിന്നുള്ള ചില ആത്മിക ചിന്തകളും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങളിലെ 3 ഭാഗങ്ങൾ. 1, ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, കവർച്ചക്കാരുടെ കയ്യിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ശത്രുക്കളുടെ കയ്യിലേക്കും കവർച്ചക്കാരുടെ കയ്യിലേക്കുമൊക്കെ അവർ അകപ്പെട്ടു പോയി എന്നാണ് കാണുന്നത്. അങ്ങനെ അകപ്പെട്ടു പോയതുകൊണ്ട് അവർക്ക് സംഭവിച്ചതെന്താ? അവരുടെ ആത്മിക സന്തോഷം നഷ്ടപ്പെട്ടു. അവരുടെ അധ്വാനം അവർക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയി. അത് വർഷങ്ങൾ നീണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അയ്യോ പെട്ടുപോയല്ലോ എന്ന് തിരിച്ചറിയുന്നത്. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ, ദൈവമേ, ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിലല്ലല്ലോ, ദൈവത്തിൻ്റെ പാതയിലല്ലല്ലോ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുക. നമ്മൾ യഥാർത്ഥമായും ദൈവഹിതത്തിൻ്റെ പാതയിലായിരിക്കണം. നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ദൈവഹിതപ്രകാരമുള്ളതാണോ എന്ന് നമ്മൾ അന്വേഷിക്കണം.
നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെങ്കിൽ, ഇത് ദൈവേഷ്ടപ്രകാരമുള്ളതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിന് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് വളരെ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന ചെറുതും വലുതുമായ ഓരോ തീരുമാനങ്ങളും ദൈവമുമ്പിൽ നമ്മളത് അവതരിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഹിതത്തിനും ആലോചനയ്ക്കുമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകണം. ഇത് ഒരിക്കൽ സംഭവിക്കേണ്ടതല്ല. ഓരോ ദിവസവും നമ്മൾ ആ ഒരു സമർപ്പണത്തിൽ നമ്മൾ മുമ്പോട്ട് പോകണം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ പോലും നമുക്കത് കാണാനായിട്ട് പറ്റും. സ്വർഗം വിട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് കർത്താവിൻ്റെ വലിയൊരു സമർപ്പണമായിരുന്നു. സ്വർഗീയമായതിനെ വിട്ട് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത്. വീണ്ടും ഗത്സമനയിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുന്ന യേശുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ യേശുവിൻ്റെ ജീവിതത്തിൽ പോലും ഒന്നിലധികം സമർപ്പണങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരായ നമ്മളൊക്കെ എത്ര സമർപ്പണത്തിൽ മുമ്പോട്ട് പോകണം. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മെസപ്പൊട്ടോമിയയിലെ രാജാവായിരുന്ന കൂശൻ രശാഥീമിന് ദൈവം ഇസ്രായേലിനെ വിറ്റുകളഞ്ഞു, അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ടോ, ശത്രുക്കളുടെ കൈകളിലേക്ക് ദൈവം ഒരു സമയത്തേക്ക്, ഒരു കാലഘട്ടത്തിലേക്ക് തൻ്റെ ജനത്തെ പോലും വിട്ടുകളഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ശത്രുക്കൾ അവരുടെ മേൽ ആധിക്യം അല്ലെങ്കിൽ അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു. അവർ അധ്വാനത്തിന് അവർക്ക് പ്രതിഫലം കിട്ടാതെ പോകുന്നു. അവരെ ഞെരുക്കുകയാണ്, ശത്രുക്കൾ അവരെ ഞെരുക്കുകയാണ്. ഇത് ദൈവം അനുവദിച്ചിട്ട് വരുന്നതാണ്. അടുത്തത് 10-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് ശത്രുക്കളുടെ കൈകളിൽ ദൈവം ഇസ്രായേലിനെ ഏൽപ്പിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കവർച്ചക്കാരുടെ കയ്യിലേൽപ്പിച്ചു, ശത്രുക്കൾക്ക് വിറ്റ് കളഞ്ഞു, ഏൽപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കാനാണ്. ഇന്നും അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് ഞാൻ വരാം. അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതാണ് കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത്. നമുക്ക് പ്രാർത്ഥനയുണ്ടെങ്കിലും ആരാധനയുണ്ടെങ്കിലും, നമ്മൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിലും, നമ്മൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, വ്യക്തിപരമായ ബന്ധം, ദൈവപ്രസാദമുള്ള ജീവിതത്തിനായിട്ടുള്ള മനസ്സിൻ്റെ ഒരുക്കം, ഇത് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമാണ്. ഇല്ല എങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം തൻ്റെ സാന്നിധ്യത്തെ നമ്മളിൽ നിന്ന് പിൻവലിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാനോ ദൈവസാന്നിധ്യം അനുഭവിപ്പാനോ ദൈവകൃപ അനുഭവിപ്പാനോ പറ്റാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തപ്പെടും. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ കുറച്ചധികം വർഷങ്ങളിലെ ആത്മീക അനുഭവങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ മനുഷ്യരായതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതായത് ചിലപ്പം നമ്മൾ ലോകപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആകും. പിന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ, അതായത് യഥാർത്ഥമായ ദൈവിക ഉദ്ദേശങ്ങളിൽ നിന്ന് മാറുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല, നമ്മളറിയാതെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കയറുന്നതായത്. അങ്ങനെ കുറച്ച് ദിവസം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതാകും, നമുക്ക് ദൈവകൃപ അനുഭവിക്കാൻ പറ്റാതാകും. അന്നേരം നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടയിലിരിക്കുകയും കരയുകയും ചെയ്യും. അപ്പാ എന്താ പറ്റിയത്, വെളിപ്പെടുത്തി തരണം. അന്നേരം കുറച്ച് സമയങ്ങളിരിക്കുമ്പോൾ ഹൃദ്യമായ ദൈവാത്മാവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. നീ അങ്ങനെ ചിന്തിച്ചത് ശരിയല്ലായിരുന്നു, നീ അങ്ങനെ നിരൂപിച്ചത് ശരിയല്ലായിരുന്നു, നീ ആ ഒരു രീതിയിൽ ഇടപെട്ടത് ശരിയല്ല, നിൻ്റെ ഇന്ന മനോഭാവം ശരിയല്ല. ഇത് ദൈവം നമുക്ക് മനസ്സിലാക്കി തരും. അപ്പം നമ്മളതൊന്ന് കറക്റ്റ് ചെയ്ത് ഒന്ന് ഏറ്റുപറഞ്ഞ് ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുമ്പോൾ പഴയതുപോലെ നമുക്ക് ആ ഒരു ദൈവിക സന്തോഷവും ദൈവകൃപയും ഒക്കെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുമില്ലേ? രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനകൾ എന്നതുപോലെ. ശലോമോനിലേക്ക് വരാം. ശലോമോനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സത്യത്തിൽ എൻ്റെ നെഞ്ചു പെടഞ്ഞുപോയി. കാരണം ശലോമോനൊക്കെ അങ്ങനെയൊക്കെ പറ്റിയെങ്കിൽ നമുക്കും അത് പറ്റാനുള്ള സാധ്യതകളുണ്ട്. നമ്മളത് മനസ്സിലാക്കണം. ശലോമോൻ ആരാ? ദൈവം ശലോമോനെ സ്നേഹിച്ചു, ശലോമോൻ ദൈവത്തെ സ്നേഹിച്ചു. ഇത് രണ്ടും ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ശരിക്കും ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ഒരു വലിയ നിവർത്തീകരണം നമുക്ക് ശലോമോനിൽ കാണാൻ പറ്റും. ദൈവം പരിധികളില്ലാതെ ജ്ഞാനം കൊണ്ടും സമ്പത്തും കൊണ്ടും
ദൈവം അനുഗ്രഹിച്ചു. സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ടവൻ, പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യം ഇറക്കിയവൻ, മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത, സമാനതകളില്ലാത്ത വിശേഷമായ അതേ പരിജ്ഞാനത്തിനും ബുദ്ധിക്കും ഒക്കെ ഉടമയായി തീർന്ന ഒരു മഹാനായ രാജാവാണ് ശലോമോൻ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ടുന്നത് 1 രാജാക്കന്മാർ 11 അധ്യായം, ഫസ്റ്റ് കിങ് ചാപ്റ്റർ 11, വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിരുത്തി നമ്മൾ ആ ഭാഗം നമ്മളൊന്ന് വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത് യഹോവ ശലോമോന് എതിരെ 3 പ്രതിയോഗികളെ ദൈവം എഴുന്നേൽപ്പിച്ചു എന്നാണ്. പിശാച് കൊണ്ടെന്നല്ല, മനുഷ്യരെ എഴുന്നേൽപ്പിച്ചെന്നല്ല, ദൈവം അനുവദിച്ചു കൊടുത്തു എന്നാണ്. ആരൊക്കെയാണ് ആ പ്രതിയോഗികൾ? ഒന്നാമത്തേത് വാക്യം 14, ഏദോമ്യനായ ഹദദ് എന്ന് പറയുന്നൊരു പ്രതിയോഗിയെ ദൈവം ശലോമോന് നേരെ എഴുന്നേൽപ്പിച്ചു. രണ്ടാമത്തേത് 23-ാമത്തെ വാക്യമാണ്. രസോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ശലോമോന് എതിരെ മത്സരിച്ച് അല്ലെങ്കിൽ എഴുന്നേൽപ്പിച്ചു. മൂന്നാമത്തേത് യൊരോബെയാം എന്ന് പറയുന്ന ഒരു വ്യക്തി ശലോമോനെതിരെ മത്സരിച്ചെന്ന് എഴുതിയിരിക്കുന്നത് ദൈവം എഴുന്നേൽപ്പിച്ചെന്ന് കാണുന്നില്ല. പക്ഷേ അത് ദൈവത്താൽ സംഭവിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ഈ യൊരോബെയാം എന്ന് പറയുന്ന വ്യക്തി മത്സരിച്ച് കഴിയുമ്പോൾ അഹിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകനിലൂടെ പിന്നീട് ദൈവത്തിൻ്റെ ആലോചന ഉണ്ടാകുന്നു. ഈ യൊരോബെയാമിനെ പിടിച്ചു നിർത്തി യൊരോബെയാമിൻ്റെ പുതിയൊരു അങ്കി ധരിച്ചിരുന്നൊരു വസ്ത്രമെടുത്ത് അതിനെ പീസുകളായിട്ട് മുറിച്ചിട്ട് പറഞ്ഞു, 12 ഗോത്രങ്ങളുള്ള ഇസ്രായേലിലെ 10 ഗോത്രങ്ങൾ നിനക്ക് ഞാൻ തരും, നിന്നെ ഞാൻ രാജത്വത്തിൽ സ്ഥിരമാക്കും. ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു. അപ്പോൾ ശരിക്കും അതും ദൈവഹിതപ്രകാരമാണ് സംഭവിച്ചത്. അപ്പോൾ ഒരുത്തനെ വാഴിക്കുന്നതും ഒരുത്തനെ തൽസ്ഥാനത്തു നിന്ന് നീക്കുന്നതും അഭിഷേകവും ദൈവകൃപയും ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ തരം താഴ്ത്തുന്നതും ദൈവം തന്നെയാണ്, ഇല്ലേ? ഞാൻ ചില സമയങ്ങളിൽ ചിന്തിക്കാറുണ്ട്, പ്രമോഷൻ കിട്ടും, ചിലരെ ഡീപ്രമോട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ താഴത്തെ നിലയിലേക്ക് ആക്കുന്നത് പോലെ നമ്മൾ ദൈവസന്നിധിയിൽ നിർമ്മലതയോടും വിശ്വസ്തയോടും ഒക്കെ നമ്മൾ നിന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളെ കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് പ്രമോഷൻ തന്ന് ആത്മീയതയുടെ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്തും. പക്ഷേ അത് നമ്മളുടെ കാഴ്ചപ്പാടുകൾ മങ്ങലേറ്റാൽ, നമ്മൾ മറ്റൊരനുഭവത്തിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ തരംതാണ് പോകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടെ താഴ്ത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം സത്യത്തിൽ ഈ ശലോമോന് സംഭവിച്ച പരാജയം എന്താണ്? 2-3 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഏകാഗ്രതയോടെ ദൈവത്തെ സേവിപ്പാൻ തനിക്ക് കഴിഞ്ഞില്ല. തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നത് ദൈവത്തിങ്കിൽ നിന്ന് തൻ്റെ ഹൃദയം തിരിച്ചു. ശലോമോൻ വൃദ്ധനായപ്പോൾ ശലോമോൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു. മറ്റ് ആചാരങ്ങളിലേക്കും മറ്റ് ദൈവങ്ങളിലേക്കും ദൈവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്ന പലതിലേക്കും ശലോമോൻ്റെ ഹൃദയത്തെ തിരിച്ചു കളഞ്ഞു. ദൈവത്തിങ്കലുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറയുന്നത് ഏകാഗ്രതയോടെ നമ്മൾ ദൈവത്തെ സേവിക്കണം. പ്രാർത്ഥനയിൽ പണ്ടത്തെ ഏകാഗ്രതയുണ്ടോ? ദൈവത്തെ സേവിക്കുന്നതിൽ പഴയ ഏകാഗ്രത നമുക്കുണ്ടോ? സേവിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. നമ്മളെല്ലാം ചടങ്ങിന് ചെയ്യുന്നുള്ളത് സത്യമാണ്. ഇന്ന് നമ്മൾ ആത്മീക ലോകത്തിലേക്ക് നമ്മൾ കണ്ണോടിച്ചാൽ നല്ല പങ്കും ചടങ്ങിനാണ്. അതായത് പോകുന്നു എന്ന് കാണിക്കാനും നടക്കുന്നു എന്ന് കാണിക്കാനും ഒന്നിനും ഒരു കുറവില്ലെന്ന് വരുത്താനായിട്ട് എല്ലാം ചടങ്ങ് പ്രകാരം പോവുകയാണ്. അതിനപ്പുറത്ത് പല സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ആത്മീയമായ മൂല്യങ്ങൾ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവസാന്നിധ്യം അനുഭവിപ്പാനും വാസ്തവമായ ദൈവകൃപ അനുഭവിപ്പാനും ആ ദൈവവചനത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനും പലർക്കും കഴിയുന്നില്ല. പുതിയ കാല തലമുറകൾ പലതും മടുത്തു. ചിലരൊക്കെ ഇത് വിട്ടിറങ്ങി ഇത് കള്ളത്തരമാണെന്നും പറഞ്ഞ് ഇതിനെതിരെ പ്രസംഗിക്കാൻ തുടങ്ങി. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ആ ഒരു ബന്ധം അവർക്ക് നിലനിർത്താനായിട്ട് കഴിയാതെ പോയി. ബൈബിളിൽ പറയുന്നത് പോലെ ചിലരെയൊക്കെ ദൈവം നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചിരിക്കുകയാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കും.
റോമാലേഖനത്തിലാണല്ലോ നമ്മളത് കാണുന്നത്, ഇല്ലേ? ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഉചിതമായത് ചെയ്യാൻ അവർക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനത്തെ അവസ്ഥകളിലേക്കൊന്നും ആരും പോകാതെ ഇരിക്കട്ടെ, ആർക്കും അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ. ദൈവം സാധാരണഗതിയിൽ ഒരിക്കലും അത് ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ മടങ്ങിവരവിന് വേണ്ടിയുള്ള ആഹ്വാനങ്ങൾ എപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കും. പക്ഷെ ശലോമോനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് വർദ്ധിച്ചു, വെള്ളിക്ക് വിലയില്ലായിരുന്നു, പൊന്നിന് മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ദൈവം ഇതെല്ലാം കൊടുത്തപ്പോൾ എന്തുമാകാം ഏതുമാകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ വന്നു. ചില സമയങ്ങളിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്ന നന്മകളും ഒന്നും നമുക്ക് ശാപകാരണമായി തീരരുത്. അനുഗ്രഹത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നത് ആയിത്തീരരുത്. സത്യത്തിൽ നമ്മൾ നന്നായിട്ട് ഇന്നത്തെ ഒരു ആത്മീക ലോകത്തെ നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ, പല ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഒരു 25-28 വയസ്സിന് താഴെയുള്ള ഒത്തിരി പേർക്ക്, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക്. അപ്പോൾ അവരെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പം പലർക്കും മാനസികമായ സംഘർഷങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ അവർ പോവുകയാണ്. അതായത് സൗകര്യങ്ങളിലും സുഖത്തിലുമൊക്കെ ജീവിച്ചു പോകുന്നൊരു തലമുറയ്ക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് ഒരു ചെറിയ വേദന പോലും അവരെ കൊണ്ട് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, എൻ്റെ ബാല്യകാലങ്ങളിൽ തുടങ്ങി 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവിന് എന്നെയൊക്കെ ഇട്ടിട്ട് പോകേണ്ടതായ ഒരു സാഹചര്യം വന്നു. കടന്നുപോയ പ്രയാസങ്ങൾ വാക്കുകൾക്കതീതമാണ്. പിതാവിൻ്റെ മദ്യപാനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ഇപ്പോൾ ചിന്തിക്കാറുണ്ട് എൻ്റെ മനോനില തെറ്റാതിരുന്നത് എന്താണ്. ശരിക്കും നമ്മൾ ഈ കഷ്ടങ്ങളിലൂടെ നമ്മൾ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ പറയുന്നത്, തകർന്ന് വല്ലാത്തൊരവസ്ഥയിലേക്ക് അകപ്പെട്ടു പോകുന്നൊരു ജനറേഷനെ നമ്മൾ കാണുമ്പം, പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. അപ്പം ശലോമോനെ സംബന്ധിച്ചിടത്തോളം ദൈവം വേണ്ടതിനപ്പുറത്ത് ദൈവം കൊടുത്തു. പക്ഷെ എന്തുമാകാം ഏതുമാകാം എന്നുള്ളൊരു നിലയിലേക്ക് പോയി. അന്യ ആരാധനകളിലേക്കും അങ്ങനെ അതിൻ്റെ നിർമ്മിതികളിലേക്കും ഒക്കെ പോയി. തൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് സ്ത്രീകളായിരുന്നു. 1000-ഓളം ഭാര്യമാരും പത്നിമാരും വെപ്പാട്ടിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോരുത്തരുടെ വീക്ക് പോയിൻ്റ് എന്താണെന്ന് നന്നായിട്ടറിയാവുന്ന പ്രതിയോഗി അവരെ വീഴ്ത്തുന്നതും ആ ഒരു മേഖലകളിൽ തന്നെയാണ്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ എബ്രായ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നത്, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിക്കാൻ കരുതിക്കൊള്ളുക എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ലഭിച്ച ദൈവകൃപ വ്യർത്ഥമാക്കി കളയരുത് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം വ്യർത്ഥമാകാൻ സാധ്യതയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലേക്ക് വരുമ്പോൾ, തുയത്തൈര സഭയിലേക്ക് വരുമ്പോൾ, നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്റെ മക്കളെ പോലും ഞാൻ കൊന്നുകളയും എന്നൊക്കെയുള്ള ഈ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയോടൊപ്പം വ്യഭിചാരം ചെയ്യുന്നവർ എന്നൊക്കെയുള്ള കഠിനമായ പദപ്രയോഗങ്ങൾ, അവരെയൊക്കെ ഞാൻ ശിക്ഷിക്കും. ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തിക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും, പകരം ചെയ്യും, പ്രവൃത്തിക്ക് പകരം ചെയ്യും. വിളക്ക് നിലയിൽ നിന്ന് നീക്കിക്കളയും, വായിൽ നിന്ന് ഉമിണ്ണ് കളയും. ഈ പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഈ പുതിയ നിയമത്തിൽ കുറച്ചുകൂടെ ഒരു കൃപയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ പോലെ അത്രയും കർശനമായ നിലയിലുള്ള ഒരു ശിക്ഷയെക്കുറിച്ച് നമ്മൾ കാണുന്നില്ലെങ്കിലും അതുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ജീവിക്കുന്നത് ദൈവകൃപയാലാണ്. പക്ഷേ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവകൃപയെ നമ്മൾ വ്യർത്ഥമാക്കാതെ നമ്മുടെ മനസാക്ഷിക്കും നമ്മുടെ ദൈവം തന്നിട്ടുള്ള ദൈവിക പരിജ്ഞാനത്തിനുമൊക്കെ എതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും അതിൻ്റെ തിക്താനുഭവങ്ങൾ ആ ഒരു വ്യക്തിക്കുണ്ടാകും എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. എത്രയോ പേരെ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്. കാരണം ദൈവം നീതിമാനാണ്,
ദൈവം വിശുദ്ധനാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത് സ്നേഹമാണ്, കരുണയാണ്, കൃപയാണ്. ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മറുഭാഗത്ത് നമ്മൾ മനസ്സിലാക്കണം, ദൈവം തീഷ്ണതയുള്ള ദൈവമാണ്. എബ്രായ ലേഖനത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ കൃപയ്ക്കകത്തേക്ക് നമ്മൾ പൊതിയുമ്പോൾ ആ ദൈവകൃപയിൽ നമ്മൾ ശരണപ്പെടുക. അതൊരിക്കലും പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കൃപയൊരിക്കലും പാപം ചെയ്യാനായിട്ടുള്ള ലൈസൻസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വീഴ്ചകളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയും നമ്മുടെ ബന്ധം എവിടെയെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്രമീകരിക്കുകയും ചെയ്യണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിനോടൊപ്പം നടന്ന ഇസ്കരിയോത്ത യൂദ എന്ന് പറയുന്ന വ്യക്തി പോലും യേശുവിനെ നമുക്കറിയാം വിറ്റുകളഞ്ഞതിന് ശേഷം കെട്ടിഞ്ഞാന്ന് ചത്ത് അവൻ്റെ സ്ഥാനം പോലും ശൂന്യമായി പോകട്ടെ എന്നൊക്കെ അപ്പോസ്തല പ്രവൃത്തികളിൽ തൽസ്ഥാനത്തേക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കുന്നത് പോലും നമ്മൾ കാണുന്നുണ്ട്. കൂടെ നടന്നവനാണ്, അത്ഭുതം കണ്ടവനാണ്, അപ്പം കഴിച്ചവനാണ്, എല്ലായിടത്തും ഉണ്ടായിരുന്നു, ശുശ്രൂഷകളിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തെറ്റ് ചെയ്തെങ്കിലും കരഞ്ഞ് അനുദപിച്ച് മാനസാന്തരത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നതുപോലെ ഇസ്രായേലിനെ ദൈവം ഏതെല്ലാം നാളുകളിൽ അവരെ വിറ്റുകളഞ്ഞു, അതിൻ്റെ എല്ലാം താഴോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് അവർ നിലവിളിച്ചപ്പോൾ, അവർ കരഞ്ഞപ്പോൾ, അവർ യഥാർത്ഥമായി ദൈവസന്നിധിയിലേക്ക് അവർ മടങ്ങി വന്നപ്പോൾ അവരെ ചേർത്ത് ദൈവം പിടിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പണത്തിലോ നമ്മുടെ സമ്പത്തിലോ എവിടെയെങ്കിലും നമ്മൾ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, സൗന്ദര്യത്തിലോ അഹങ്കരിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയ ജീവിതം വെറും ചടങ്ങായി മാത്രം പോയിട്ടുണ്ടെങ്കിൽ, വെറും പേരിനുള്ള ആരാധന മാത്രമാണെങ്കിൽ, അല്ല നമ്മൾ ഒരു നാമധേയ ക്രിസ്ത്യാനികളായി ജീവിക്കുക എന്നുള്ളതല്ല. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ആ ഒരു രക്ഷാനിർണയം പ്രാപിച്ച് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുക എന്ന് മാത്രമല്ല, അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുകയും അവനിൽ വേരൂന്നിയും ആത്മീക വർധനവ് പ്രാപിച്ചും സ്തോത്രത്തിൽ കവിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ടൊക്കെ, കൊലോസ്യ ലേഖനത്തിൽ എങ്ങനെയാണ് പറയുന്നത്, വേരൂന്നുക എന്നൊക്കെ പറയുന്ന പദമാണ്. ക്രിസ്തുവിൽ വേരൂന്നിക്കൊണ്ട് മുമ്പോട്ട് പോകാം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. എല്ലാവരും ഈ പരിശോധന നടത്തണം. അതിന് എത്ര വർഷമായി എന്നുള്ളതല്ല. ദൈവമേ, ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നിലയിലാണോ ഞാൻ ജീവിക്കുന്നത്? ദൈവത്തോട് നമുക്ക് ചോദിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരണമേ. എൻ്റെ കാഴ്ചപ്പാടുകൾ ശരിയാണോ? ഞാൻ ശരിയായ പാതയിലാണോ? ദൈവത്തിൻ്റെ പുത്രത്വത്തിൻ്റെ ആ പദവി നിലനിർത്തിക്കൊണ്ടാണോ ഞാൻ പോകുന്നത്? അതോ ഞാൻ നമ്മുടെ സ്വയസംതൃപ്തിയിൽ അല്ലെങ്കിൽ നമ്മുടേതായ ചില സ്വയമായ ധാരണകളിലാണോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്? നമുക്കൊന്ന് പരിശോധിക്കുകയും നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. കൊരിന്ത്യ ലേഖനത്തിലെ ഒരു വാക്യമാണത്. കർത്താവിന് സ്തോത്രം. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ വരവിങ്കിലേക്ക് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. ഗോഡ് ബ്ലെസ് യു.